ആ തുക കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നാണ് ഈ കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ബാങ്ക് അക്കൗണ്ടുകൾ മുഖേന തന്നെ വൻ തുക കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ നടന്ന ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടും വൻ തുക കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറിയുടെ അടുത്ത ബന്ധു തന്നെ ഈ ആരോപണ വിധേയനായ ആളുമായി നിരന്തരമായ സമ്പർക്കം പുലർത്തുകയും ഒരുമിച്ച് ബിസിനസ്സും ചെയ്യുകയാണ് എന്നുള്ള ആരോപണം വന്നിരിക്കുന്നു. CPM നേതാക്കളുടെ ഏറ്റവും അടുത്തയാളായി അറിയപ്പെട്ടിരുന്ന ആളാണ് ഇതിലെ ആരോപണ വിധേയനായ വ്യക്തി. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ, റിവേഴ്സ് ഹവാല ഉൾപ്പെടെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ഈ ആരോപണ വിധേയനായ വ്യക്തിയുമായി കേരളത്തിലെ CPM നേതാക്കൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ കത്തിൽ വെളിവാകുന്നത്. ഈ കത്ത് വെളിപ്പെട്ടത് തന്നെ ഒരു വിവാദമായിരിക്കുകയാണ്. കാരണം ആരോപണ വിധേയനായ ആൾ തന്നെ തനിക്കെതിരായി വ്യവസായി കൊടുത്ത കത്ത് കോടതിയിൽ എന്തിന് രേഖയായി ഹാജരാക്കി? സത്യത്തിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അപകീർത്തി കേസാണ്. മാധ്യമങ്ങൾക്കുൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി അപകീർത്തി കേസാണ് കൊടുത്തിരിക്കുന്നത്. ആ അപകീർത്തി കേസിൽ തനിക്കെതിരായി വന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളുള്ള കത്ത്, പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത കത്ത്, എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്? ഇപ്പൊ പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തിരിക്കുന്ന കത്ത് എങ്ങനെയാണ് ലീക്കായത് എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. അപ്പൊ ഇത്രയും നാള് 3-4 വർഷക്കാലം CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് കേരളത്തിലെ CPMഉം ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഭാഗമായിട്ടാണ് സാമ്പത്തിക കൈമാറ്റം നടന്നിട്ടുള്ളത് എന്നുള്ള ആരോപണമുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഇക്കാര്യത്തിൽ അവരുടെ നിലപാടുകൾ വിശദീകരിക്കണം. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറയണം. കേരളത്തിലെ ഗവൺമെന്റുമായും CPMഉമായും ബന്ധപ്പെട്ട് ഉള്ള ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ ആണ് ഈ കത്തിലൂടെ ഒരു വ്യവസായി, ഇവരൊക്കെയായിട്ട് ബന്ധമുള്ള ആളാണ്. ആരോപണ വിധേയനായ വ്യവസായിയുമായിട്ടും ഇവർക്കെല്ലാം ബന്ധമുള്ളതാണ്. മധുരൈ പാർട്ടി കോൺഗ്രസിൽ ഇദ്ദേഹം പങ്കെടുക്കാൻ വന്നപ്പോൾ പരാതിക്കാരനായ വ്യവസായി ഇടപെട്ടിട്ടാണ് പ്രതിനിധി സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയത് എന്നാണ് പറയുന്നത്. മധുരൈ പാർട്ടി കോൺഗ്രസിലെ പ്രത്യേക പ്രതിനിധിയാകാൻ ഈ വ്യക്തിക്ക് എന്താണ് ബന്ധമുള്ളത്? എന്താണ് സംഘടനാപരമായി CPMുമായോ അവരുടെ പോഷക സംഘടനകളുമായോ ഉള്ള എന്ത് മുൻകാല ബന്ധമാണ് ഈ ആരോപണ വിധേയനായ വ്യക്തിക്കുള്ളത്? അദ്ദേഹത്തെക്കുറിച്ച് ഉയർന്നിരിക്കുന്ന ഗൗരവതരമായ സാമ്പത്തിക ആരോപണങ്ങളിൽ പാർട്ടിക്കും പാർട്ടി നേതാക്കന്മാർക്കും എന്ത് പങ്കാണുള്ളത്? CPMന്റെ ആരും കാണാത്ത ഒരു മുഖം കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. ഇതിനെക്കുറിച്ച് മറുപടി പറഞ്ഞേ മതിയാവും. എന്തുകൊണ്ട് ഇത്രയും കാലം ഇത് മൂടിവെച്ചു? ഈ ആരോപണത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി വ്യക്തമാക്കണം. ഈ കത്ത് ചോർത്തി എന്നാണ് ഔദ്യോഗിക രേഖയാക്കി ഇപ്പോൾ കോടതിയിൽ വന്നിരിക്കുകയാണ് കത്ത്. അപ്പോൾ കത്തിലൊരു ആധികാരികതയുണ്ട്. കത്ത് കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. കാര്യം എന്താ? ആരോപണ വിധേയനായ ആൾ തന്നെയാണ് കത്ത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അയാൾ പറയുന്നില്ല ഇത് ഇല്ലാത്ത കത്താണല്ല, ഇതുള്ള കത്താണെന്നാണ് ആരോപണ വിധേയൻ പറയുന്നത്. അപ്പോൾ ആരോപണകർത്താവ് ഈ കത്ത് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് പോളിറ്റ് ബ്യൂറോയിൽ. അതവർ മൂടി വെച്ചു. സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടത് മൂടി വെച്ചു. ഇപ്പോൾ ഇത് പുറത്തായതാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് വിവാദമായിരിക്കുന്നത്. ആരോപണകർത്താവ് പറഞ്ഞിരിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കോപ്പി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്താണ് പങ്ക്? അയാൾക്ക് എന്താണ് ഈ സാമ്പത്തിക ഇടപാടിൽ പങ്ക്? ഇത് റിവേഴ്സ് ഹവാല ഇടപാടാണ് നടന്നിരിക്കുന്നത്, അതാണ് ആരോപണം. അപ്പോൾ അതിലെന്ത് പങ്കാണ് ഇദ്ദേഹത്തിനുള്ളത്? പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തിരുന്ന കത്തിൻ്റെ കോപ്പി എങ്ങനെയാണ് പാർട്ടി സെക്രട്ടറിയുടെ മകൻ്റെ കയ്യിൽ എത്തുന്നത്?
അപ്പോൾ ദുരൂഹതയാണ് മുഴുവൻ. ആ ദുരൂഹത പാർട്ടി തന്നെ വെളിപ്പെടുത്തട്ടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വെളിപ്പെടുത്തട്ടെ. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയല്ലേ, പോളിറ്റ് ബ്യൂറോയിൽ കിട്ടിയ കത്തല്ലേ. കേരളത്തിലെ നേതാക്കളുമായി ബന്ധപ്പെട്ട കേരളത്തിലെ നിരവധി, ഞാൻ ആരുടെ പേരൊന്നും പറയുന്നു, നിരവധി CPM നേതാക്കന്മാരുടെ പേര് ഈ കത്തിലുണ്ട്. അത് അന്നത്തെ കാലത്തുള്ള CPM നേതാക്കളുടെ ബന്ധമാണ്. കേരളത്തിൽ നിന്നുള്ള നിരവധി CPM നേതാക്കൾക്ക് ഈ വ്യക്തിയുമായിട്ട് വലിയ അടുത്ത ബന്ധമുണ്ട്. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഞാൻ ആരെയും പേര് പറയുന്നില്ല, വരട്ടെ, പുറത്തു വരട്ടെ. കത്തിലുണ്ടല്ലോ എല്ലാം. അറിയപ്പെടുന്ന CPM നേതാക്കന്മാരായ ധാരാളം ആളുകളുടെ പേരുകൾ ഈ കത്തിലുണ്ട്. സാമ്പത്തിക ഇടപാട് നടത്തിയതായിട്ടാണ് ഈ കത്തിലുള്ളത്. ഇയാളുമായിട്ട് എന്ത് സാമ്പത്തിക ഇടപാടാണ് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് നടത്തിയിട്ടുള്ളത്? അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ടോ? ഇതൊരു കടലാസ് കമ്പനി രൂപീകരിച്ചിട്ടാണ്. CPM-ലെ കത്ത് ചോർച്ചയിൽ, കത്ത് വിവാദത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഈ കത്തിടപാടിനകത്ത് ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്, എന്തുകൊണ്ട് ഈ കത്ത് വിവാദം ഇത്രയും നാൾ മൂടിവെച്ചു എന്നതിൽ CPM നേതാക്കൾ മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നു.